വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. നമ്മൾ വീണ്ടും എന്ത് തന്നെയാണ് പഠിക്കുക? ജീവകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 2 ജീവകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു നിർത്തി. വീണ്ടും നമ്മൾ ജീവകങ്ങളിലേക്ക് തന്നെ വരികയാണ്. വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. രണ്ടും എന്ത് വൈറ്റമിൻസ് ആയിരുന്നു? ഫാറ്റ് സോളുബിൾ അഥവാ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ കെയെ കുറിച്ചാണ്. ഇനി 2 ജീവകങ്ങൾ കൂടെ മാത്രമേ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായിട്ടുള്ളത്. അപ്പോ വൈറ്റമിൻ കെയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് വൈറ്റമിൻ ഇ ഉണ്ട്. സോറി, അത് എന്തുകൊണ്ടോ ഞാൻ ഇത് സ്ലൈഡ് ചെയ്ത സമയത്ത് വൈറ്റമിൻ ഇ ആക്ച്വലി ചെയ്തതായിരുന്നു, പക്ഷെ അതിനകത്തൊന്ന് വിട്ടുപോയതാണ്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. വൈറ്റമിൻ ഇ ആദ്യം നമ്മൾ പഠിക്കുക, അതാണ് ഓർഡർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റമിൻ കെയിലേക്ക് പോകാം. അപ്പൊ വൈറ്റമിൻ ഇ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ടോക്കോഫെറോൾ എന്നാണ്. ടോക്കോഫെറോൾ കേട്ടോ, ടോക്കോഫെറോൾ. ഇതാണ് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ. ഇനി ഈ വൈറ്റമിൻ എന്തിന് ആവശ്യമുണ്ട് എന്ന് നോക്കാം. വൈറ്റമിൻ, ഇത് PSC ചോദിച്ച ചോദ്യം കൂടെയാണ്. വൈറ്റമിൻ ഇയുടെ ആവശ്യം എന്നല്ല ചോദിച്ചത്, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ ഇ അഥവാ ടോക്കോഫെറോൾ. ഇത് മനുഷ്യരിൽ പ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും മറ്റ് സസ്തനികൾ, ഇപ്പൊ നമ്മൾ എക്സ്പെരിമെന്റിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന 2 അനിമൽസ് ആണ്. ഒന്ന് ഗിനി പെഗും മറ്റൊന്ന് മൈസും. എലികളും ഗിനി പിഗുകളും. അപ്പൊ രണ്ടിനകത്തും തെളിയിച്ചിട്ടുണ്ട് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഉണ്ടാക്കിക്കൊണ്ട് അത് അവരുടെ പ്രത്യുൽപാദനത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് നോക്കിയതിനകത്തുനിന്ന് രണ്ടിനകത്തും ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ അല്ലെങ്കിൽ അവരെ ഇൻഫെർട്ടൈൽ ആക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കി. ഇൻഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവരാക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അത് കൺക്ലൂഡ് ചെയ്തു. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ അപര്യാപ്തത മൂലം വന്ധ്യത ഉണ്ടാകുന്നു. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി വൈറ്റമിൻ ഇയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ എന്താണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മുടെ ശരീരത്തില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ അതിന്റെ മെറ്റബോളിസത്തിലോ നിന്ന് രൂപപ്പെടാൻ സാധ്യതയുള്ള അപകടകരമായ ഒരു വസ്തുവാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുക. നമ്മൾ അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസ് പലപ്പോഴും ശരീരത്തിൽ കിടന്നിട്ട് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതിനെ നശിപ്പിക്കുകയും അതിനെ റിയാക്ട് ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ് ആന്റി ഓക്സിഡന്റുകൾ. അപ്പൊ ഈ ആന്റി ഓക്സിഡന്റുകൾ എത്രത്തോളം ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിപ്പം ഡോക്ടേഴ്സ് ഒഫീഷ്യലി പറയില്ല വൈറ്റമിൻ ഇ നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചാൽ, ഇഷ്ടം പോലെ കഴിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരില്ല എന്ന് ഒഫീഷ്യലി ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള സാധ്യതയെ ഇത് കുറയ്ക്കുന്നു. അതാണ് സത്യം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നാടനായിട്ടുള്ള പല വസ്തുക്കളിലും അതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും അന്വേഷിച്ച് പോവുകയും നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമായി ഇന്ന് ക്യാൻസർ മാറിയത്. അപ്പോ നമ്മുടെ നാടൻ ഭക്ഷണത്തില് വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം, മഞ്ഞള്, ചക്കക്കുരു, ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇഷ്ടം പോലെ കഴിക്കണം. നമുക്ക് കിട്ടാവുന്നിടത്തോളം നമ്മൾ കഴിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ വലിയ റിസർച്ചുകളും ഇതിനകത്ത് നിന്ന് പലപ്പോഴും ക്യാൻസർ പ്രിവെന്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസിന്റെ പോലും റിസർച്ചുകളിൽ ഇരിക്കുന്ന സംഗതികളാണ് ഇതൊക്കെ. അപ്പൊ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അത് വളരെ ശരീരത്തിന് നല്ലതാണ്. അപ്പോ ദാറ്റ് ഈസ് വൈറ്റമിൻ ഇയുടെ ഒരു ഫംഗ്ഷൻ. മറ്റൊന്ന്, ഈ ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയും. അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നത് കൊണ്ടാണ്. ആരാണ്? വൈറ്റമിൻ ഇ ചർമ്മത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ സൗന്ദര്യം നിലനിർത്തുന്നത് കൊണ്ടാണ് ബ്യൂട്ടി വൈറ്റമിൻ. നിങ്ങൾ ഒരു ക്രീമോ സോപ്പോ പൗഡറോ എന്ത് സാധനം വേണമെങ്കിലും എടുത്ത് നോക്കിയുള്ളൂ, അതിനകത്തെല്ലാം വൈറ്റമിൻ ഇ കണ്ടന്റ്. ഈവൻ നമ്മളെ കണ്ണിൽ എഴുതുന്ന ഈ കൺമഷിയുടെ മറ്റേ പെൻസിൽസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് പോലും ഐലൈനറും കാര്യങ്ങളും അതിനകത്തൊക്കെ പോലും കണ്ടന്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബ്യൂട്ടി വൈറ്റമിൻ ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ഇയുടെ സ്രോതസ് നമ്മൾ നേരത്തെ ഇപ്പൊ സംസാരിച്ചതുപോലെ മീനിലുണ്ട്, പ്രത്യേകിച്ച് ട്യൂണ, പിന്നെ അതുപോലെ സാൽമൺ, ഇത്തരത്തിലുള്ള ഫിഷിനകത്തൊക്കെ ഉണ്ടാവും. സാൽമൺ ഫിഷ് പസഫിക് ഓഷനിലെ ഫിഷാണ്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആകുന്ന ഒരു സാധനമല്ല. എന്നാലും നമുക്ക് അവൈലബിൾ ആകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. റിച്ചസ്റ്റ് സോഴ്സ് ആയിട്ട് നമുക്ക് പറയാം ഈ നട്ട്സ്, പ്രത്യേകിച്ച് ബദാമിനകത്ത്, നിലക്കടലയ്ക്കകത്തുണ്ട്, അവക്കാഡോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ വൈറ്റമിൻ ഇ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ്, ഇപ്പൊ എക്സ്ട്രാ വൈറ്റമിൻ ഇ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നവരുണ്ട്. വളരെ പ്രൊലോങ്ഡ് ആയിട്ട് ചിലപ്പോൾ കഴിക്കേണ്ടി വരും.
പച്ച രീതിയിലുള്ള ഒരു ഗുളികയാണ് കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ പല്ലും അത് ഉപയോഗിക്കാറുണ്ട്. എവിയോൺ എന്ന പേരിൽ അവൈലബിൾ ആകുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഞാനിപ്പോ അതിന്റെ പരസ്യമൊന്നും അല്ല പറഞ്ഞത്. അപ്പൊ എനിവേ അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾക്ക് അകത്തേക്ക് കഴിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ അതൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. തുടർച്ചയായിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കുക എന്ന് പറയുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം വൈറ്റമിൻ ഇ വേണം, അല്ലെങ്കിൽ അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എങ്കിൽ മാത്രമേ കഴിക്കാവൂ. അതർവൈസ് പൊട്ടിച്ച് സ്കിന്നിലൊക്കെ ഇടുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. അതിനകത്തൊരു ഓയിലുണ്ട്, അത് സ്കിന്നിലൊക്കെ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ആ ഉള്ളിൽ കഴിക്കുമ്പോൾ നമ്മൾ അത് ശരിക്കുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായത്തോടു കൂടി മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ അഡ്വൈസിൽ മാത്രമേ കഴിക്കാവുള്ളൂ. വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റ് ആണല്ലോ, അല്ലെങ്കിൽ അത് പിന്നെ ചർമ്മത്തിന് സൗന്ദര്യം ഉണ്ടാകുമല്ലോ എന്നൊന്നും വിചാരിച്ച് നമ്മൾ അത് കഴിച്ചു കളയരുത്. സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ലെന്ന് മാത്രമല്ല നല്ലതും കൂടിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈറ്റമിൻ ഇ. അപ്പൊ വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പിന്നെന്താണ്, അതിന്റെ അപര്യാപ്തത മൂലം വന്ധ്യത ഉണ്ടാകാം. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആന്റി ഓക്സിഡന്റ് ആണെന്നുള്ള ഓൾറെഡി ഞാൻ പറഞ്ഞു. വളരെ റിച്ച് ആയിട്ടുള്ള ചില സോഴ്സുകളാണ് അതിനകത്തുള്ളത്. പാലിനകത്തുണ്ട്, എഗ്ഗിനകത്ത് കിട്ടുന്നുണ്ട്, ഫിഷിനകത്ത് ഉണ്ടാകുന്നുണ്ട്, ഇറച്ചിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് പറഞ്ഞ പ്രത്യേകിച്ച് അവക്കാഡോയ്ക്കകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്. ബദാമാണ്, നട്ട്സ് പറയുമ്പോൾ ഏറ്റവും റിച്ച് ആയിട്ട് കിട്ടുന്ന നട്ട്സ് ആണ് ഈ ബദാമാണ്, ആൽമണ്ട്. പിന്നീട് ഇതിനകത്തുണ്ട്, പീനട്ടിനകത്ത്, കപ്പലണ്ടിക്കകത്തും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വൈറ്റമിൻ കെയിലേക്കാണ് വരിക. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്യുനൈൻ എന്നാണ്. ഫില്ലോക്യുനൈൻ. അപ്പൊ വൈറ്റമിൻ കെ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ, വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ ആണ്. അപ്പൊ ഇത് PSC ഒരു പ്രാവശ്യം കുഴപ്പിച്ചു കളഞ്ഞു. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തിരുന്ന സ്ഥലത്ത് അത് ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയും. കാരണം ചില ക്വസ്റ്റ്യൻസ് നമ്മളെ കുഴപ്പിക്കും. അവിടെ നിന്ന് ആ പരീക്ഷയ്ക്ക് നല്ല, എനിക്ക് തോന്നുന്നു കമ്പനി ബോർഡ് കോർപ്പറേഷൻ എക്സാമിനാണ് ചോദിച്ചത്, നല്ല മാർക്ക് സ്കോർ ചെയ്തെന്ന് വെച്ചാൽ അത് മെയിൻ ലിസ്റ്റിൽ വന്ന ഒരു കുട്ടിയാണ്. പിന്നെ എന്നോട് ഇത് പറഞ്ഞ, മിസ്സേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എ പേഴ്സൺ സഫറിംഗ് ഫ്രം ബ്ലീഡിംഗ് ഗം ഷുഡ് കൺസ്യൂം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ്. ഇതായിരുന്നു ചോദ്യം. എ പേഴ്സൺ സഫറിംഗ് ഫ്രം ബ്ലീഡിംഗ് ഗം ഷുഡ് കൺസ്യൂം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഓപ്ഷൻ വൈറ്റമിൻ കെ എന്നായിരുന്നു. പിന്നെ 2 ഓപ്ഷൻ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. വൈറ്റമിൻ കെ, കാരണം ഇത് കുഴപ്പിച്ചതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എയിൽ അത് വന്നു. ഓപ്ഷൻ ഡിയിൽ കൊടുത്തേക്കുന്നത് സിട്രസ് ഫ്രൂട്ട്സ് എന്നാണ്. സിട്രസ് ഫ്രൂട്ട്സ്. ആൻസർ എന്താണ് നിങ്ങൾക്കറിയാം, സിട്രസ് ഫ്രൂട്ട്സ് ആണ് ആൻസർ എന്ന്. ആ മനുഷ്യന്റെ അസുഖം എന്താണെന്ന് പേര് പറഞ്ഞില്ല, അസുഖ ലക്ഷണമാണ് പറഞ്ഞത്. പലപ്പോഴും പല രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ എന്താണെങ്കിലും ചിലപ്പോൾ ട്രാപ്പ് ആക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ആ ട്രാപ്പിൽ വീഴരുത്. അവർ ആ ക്വസ്റ്റ്യൻ വളരെ നല്ലതാണ്. എനിക്ക് നല്ല ഹാറ്റ്സ് ഓഫ് ദാറ്റ് മാൻ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആ ക്വസ്റ്റ്യൻ ഇട്ട ഒരാളിന്റെ കാലിബർ, അതായത് അത്രയും ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ വേണം. ദാറ്റ് ഈസ് ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഒരു മനുഷ്യന്റെ പല്ലിൽ നിന്ന് രക്തം വരുന്നു, മോണയിൽ നിന്ന്, ബ്ലീഡിംഗ് ഗം, മോണയിൽ നിന്ന് രക്തം വരുന്നു, അയാൾ എന്ത് കഴിക്കണമെന്നാണ് ചോദിച്ചത്. മോണയിൽ നിന്ന് രക്തം വരുന്നെങ്കിൽ ആ അസുഖം എന്താണ്? സ്കർവി എന്ന് പറയുന്ന അസുഖത്തിന്റെ തുടക്കമാണ്. സ്കർവി കടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. മോണയെല്ലാം വീങ്ങി പഴുത്ത് പല്ല് കൊഴിഞ്ഞു പോകും. അതാണ് സ്കർവി. ആ തുടക്ക ലക്ഷണമാണ് ഈ മോണയിൽ നിന്ന് ബ്ലഡ് വരിക. അപ്പൊ ആ സമയത്ത് ആ മനുഷ്യന് എന്താണ് കൊടുക്കേണ്ടത്? സിട്രസ് ഫ്രൂട്ട്സ്. അപ്പൊ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, ഇതിന് മൂന്നെയാണ് കോമൺലി സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഈ സിട്രസ് ഫ്രൂട്ട്സ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. അപ്പൊ ആ ചോദ്യത്തിനകത്ത് എല്ലാ കാര്യങ്ങളും വന്നു. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം, ആ രോഗത്തിന്റെ ലക്ഷണം, അതിന്റെ സോഴ്സ്, ഇതെല്ലാം കൂടെ ഒറ്റ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കുഴയ്ക്കാൻ വേണ്ടി ഫസ്റ്റിൽ വൈറ്റമിൻ കെ എന്നും കൂടെ വെച്ചു കൊടുത്തു. അപ്പൊ ഈ ബ്ലീഡിങ് കാണുമ്പോൾ എന്ത് ചെയ്യും? വൈറ്റമിൻ കെ ആണ്. അതാണ് ഈ അത്യാഗ്രഹം പൂണ്ട് നമ്മൾ പെട്ടെന്ന് എനിക്കൊരു ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് കറുപ്പിക്കുമ്പോഴുള്ള ഒരു അപകടം. 2 വട്ടം വായിച്ചു നോക്കണം ചോദ്യങ്ങൾ. അതിനുള്ള സമയം ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു കൊനഷ്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിന് 2 വട്ടം തീർച്ചയായിട്ടും വായിക്കണം. ഇനി കൊനഷ്ട് ഉണ്ട് എന്ന് തോന്നിയാൽ ആ ഉത്തരം ആൻസർ ചെയ്യരുത്, അത് വിടണം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസറുകളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവും. പ്രത്യേകിച്ച് പരീക്ഷാ ഹാളിൽ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് ആൻ അവർ നമുക്ക് അത്ര വലിയൊരു ബോധത്തോടു കൂടി ആയിരിക്കത്തില്ല ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കുറേയൊക്കെ എഴുതി ചിലപ്പോൾ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും, ലാസ്റ്റ് ബട്ടൺ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. ദൈവമേ ഇതെങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റൂ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും തോറും എന്ത് ചെയ്യും? നമുക്ക് ടെൻഷൻ കൂടും. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പൊ ഈ ചോദ്യം അങ്ങനെ ഒരു തെറ്റ് പറ്റിയത് കൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. റിലാക്സ്ഡ് ആയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? വായിച്ച് നോക്കാവുള്ളൂ, അറ്റൻഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മാർക്കും കളഞ്ഞ് നെഗറ്റീവ് മാർക്കും കൂടെ കളഞ്ഞിട്ട് വരേണ്ടി വരും.
അപ്പൊ ശ്രദ്ധിക്കുക, വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമാണ്. നോർമലി ഒരു ഊണ്ടുണ്ടായി കഴിഞ്ഞാൽ ആ ഊണ്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ബ്ലഡ് ഫ്ലോ നിൽക്കാനായിട്ട് സമയം എടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. അല്ലാതെ ബ്ലീഡിങ് ഗം ഒന്നുമല്ല. വൈറ്റമിൻ കെ കൊണ്ട് അത് തീർക്കാനും പറ്റില്ല, അത് വൈറ്റമിൻ സി കൊണ്ടേ തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ രക്തം കട്ട പിടിക്കാൻ ആവശ്യമുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അപ്പൊ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ബ്ലീഡിങ് ഉണ്ടാവും. അതായത് കുറേ പ്രൊലോങ്ഡ് ആയിട്ട് രക്തം അതിനകത്ത് വാർന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ സ്രോതസ്സുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊന്നും അത്ര വലിയ എടുത്തു പറയത്തക്ക സ്രോതസ്സുകളല്ല. ഇലക്കറികളിലുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി എന്നിവയില് എന്തടങ്ങിയിരിക്കുന്നു? ഇതൊക്കെ ഇലക്കറികളാണ്. അപ്പൊ ഇലക്കറികൾ വൈറ്റമിൻ കെ എന്ന് കേൾക്കുമ്പോൾ ഇലക്കറികൾക്കകത്തുണ്ട്. പിന്നെ മുട്ട, പാല്, ഇറച്ചി, മീൻ ഇതൊക്കെ കോമൺ ആയിട്ട് വൈറ്റമിൻ കെ ഉണ്ട് അതിനകത്ത് കേട്ടോ. അപ്പൊ ഇലക്കറികള് ക്യാബേജ്, കോളിഫ്ലവർ, വെജിറ്റബിൾസിൽ നല്ല രീതിയിൽ വൈറ്റമിൻ കെ ഉണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി കൂടാതെ മറ്റു ഇലക്കറികൾ. അപ്പൊ ഇതിനകത്തൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനൈൻ എന്നാണ്. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ജീവകമാണ്. അപ്പൊ ഇത്രയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. എയെ വേറൊരു പേര് വിളിക്കും ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ. വൈറ്റമിൻ എയുടെ ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്ന് അറിയപ്പെടും. ആന്റി സിറോഫ്താൽമിക്. അടുത്തത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. അതിനെ അറിയപ്പെടുന്ന ആന്റി റാക്കറ്റിക് വൈറ്റമിൻ എന്നാണ്. അത് ബുക്കും പേനയും എടുത്തിട്ട് എഴുതി വെച്ചോണം. ഞാൻ ഇതിനകത്ത് ഈ സ്ലൈഡ് ചുരുക്കി ചെയ്തേക്കുന്നത് കൊണ്ട് അതിനകത്ത് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരും. ആന്റി റാക്കറ്റിക് വൈറ്റമിൻ. വൈറ്റമിൻ ഇ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? ടോക്കോഫെറോൾ. അതിന്റെ ആന്റി സ്റ്റെറിലിറ്റി, അതായത് ഇൻഫെർട്ടിലിറ്റി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയും. വൈറ്റമിൻ കെ ആന്റി ഹെമറേജിക് വൈറ്റമിൻ. എന്താ പേര്? ആന്റി ഹെമറേജിക് വൈറ്റമിൻ. ഇതാണ് 4 കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. കൊഴുപ്പിൽ ലയിക്കുന്ന എല്ലാ വിറ്റാമിനുകളും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. വൈറ്റമിൻ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിലാണെന്ന് ചോദിച്ചാൽ കരൾ. പലതിന്റെയും സ്റ്റോർ ഹൗസ് ആണ്. കരളില്ല നമ്മളില്ല. അത്രയധികം ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിന്റെ അല്ലെങ്കിൽ ജീവശരീരത്തിന്റെ തന്നെ കരള് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ജീവികളാണെങ്കിൽ അത്ര ഓർഗാൻ ഒന്നും അത്ര വളരെ സ്പെസിഫിക് അല്ലാത്ത വളരെ ലോവർ ലെവലിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അത് വിട്. നമ്മൾ ഹയർ ലെവലിലുള്ള ഓർഗാനിസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പരീക്ഷണശാല, ശരീരത്തിലെ പരീക്ഷണശാലയാണ് എന്തെന്ന് പറയുന്നത്? ലബോറട്ടറിയാണ് കരൾ എന്ന് പറയുന്നത്. പലതും അവിടെ വെച്ച് നിർമ്മിക്കുകയാണ്. ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയ നടക്കുന്നുണ്ട്, സ്റ്റോറേജ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും നമ്മൾ എന്ത് അകത്തേക്ക് കൊടുക്കുന്നു, ദാറ്റ് ഡിപ്പെൻസ്. കരൾ എത്രത്തോളം ആരോഗ്യത്തോടെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മുടെ ശരീരത്തോട് സ്നേഹമുണ്ടെങ്കിൽ നാക്കിന് രുചി വരുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കരുത്. വല്ലപ്പോഴാ കൂടിയൊക്കെ കഴിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായി അത് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മുടെ ഓരോ അവയവത്തിനൂടെ നമ്മളെ ജീവിപ്പിക്കുകയാണ്. അവരാണ് നമ്മളെ ഈ പ്രവൃത്തി എടുപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് ഉണ്ടായിരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഓർമ്മകളെല്ലാം നമുക്ക് വേണം. അപ്പൊ ദാറ്റ് ഈസ് വൈറ്റമിൻസ്. ഇതെല്ലാം എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് എ, ഡി, ഇ, കെ. അപ്പൊ ഓരോന്നിന്റെയും ഫങ്ഷൻസും സോഴ്സസും എല്ലാം വിളിക്കുന്ന പേരുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെ നമ്മൾ പറഞ്ഞു ബി കോംപ്ലക്സും സിയുമാണ്. അപ്പൊ ബി കോംപ്ലക്സ് ഞാൻ ആദ്യമേ പറഞ്ഞു B1, B2, B3, B5, B6, B7, B9, B12. ഇത്രയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജലത്തിൽ ലയിക്കുന്ന ബി കോംപ്ലക്സ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നു ജീവകം B1, വൈറ്റമിൻ B1. വൈറ്റമിൻ B1ന് ശാസ്ത്രീയ നാമമുണ്ട്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. വൈറ്റമിൻ B1ന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. ഇനി ഈ ജീവകം എന്തിന് ആവശ്യമുണ്ട് എന്ന് നോക്കാം. തയാമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേര് ബെറി എന്നാണ്. ഈ ബെറി എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം എവിടെയാണ്? ബെറി ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. ബോഡി പാരലൈസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകാം ബെറി ഉണ്ടായാൽ. ഓക്കെ, അപ്പൊ ബെറി തലച്ചോറിനെ ബാധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തയാമിൻ അഥവാ വൈറ്റമിൻ B1 നമ്മുടെ ശരീരത്തിന്റെ നാഡീ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ഒരു ജീവകമാണ്. ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ
സോഴ്സ് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ അതിന്റെ സോഴ്സ് ചോദിക്കാൻ ഇപ്പൊ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് ചോദിച്ച പോലെ തന്നെ ഇതും ചോദിക്കും. അരിയുടെ തവിടാണ്. അപ്പൊ തവിടിനകത്ത് ഇഷ്ടം പോലെ അരിയുണ്ട്. അപ്പൊ ഈ പാർബോയിൽഡ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുഴുങ്ങി കുത്തി എടുക്കുന്ന അരി നമുക്ക് മാർക്കറ്റിൽ അത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില പാലക്കാട് നിന്നൊക്കെ വരുന്ന ചില അരികളിൽ പാർബോയിൽഡ് റൈസ് എന്ന് അവർ എഴുതി വെച്ചേക്കും. അപ്പോൾ ദാറ്റ് മീൻസ് അത് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ കൂടുതൽ അവൈലബിൾ ആകുന്ന ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുത്തുന്ന മിൽഡ് റൈസ് ആണ്. അതിനകത്ത് ഇതൊന്നും കാണില്ല എന്ന് തന്നെയല്ല, അതിനകത്ത് ചിലപ്പോൾ വാക്സ് വരെ ഉണ്ടാകും. അപ്പൊ പണ്ട് കഞ്ഞിവെള്ളമാണ് നമ്മൾ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ നമ്മളിപ്പോ നോക്കൂ, നമ്മളെ നിത്യ ജീവിതത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ എവരിഡേ സയൻസ് എന്നുള്ള രീതിയിൽ ബയോളജിയിൽ ഇതിനകത്തൊക്കെ പഠിക്കുന്നത്. ഇതൊരു ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി. അത് എന്തൊക്കെ ആഹാരം നമ്മൾ കഴിക്കണം, നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ആഹാരം അനുസരിച്ചാണ് നമ്മുടെ ഹെൽത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇപ്പൊ കഞ്ഞിവെള്ളം കുടിക്കരുത്, പ്രത്യേകിച്ച് മിൽഡ് റൈസ് ഉണ്ടായെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കരുത്. അതിനകത്ത് ഉണ്ടായിരിക്കുന്ന അവർ അപ്ലൈ ചെയ്തിരിക്കുന്ന പെസ്റ്റിസൈഡുകളുടെ അംശം എല്ലാം അതിനകത്ത് ഉണ്ടാകും. വാക്സ് വെയിറ്റ് കൂട്ടാൻ വേണ്ടി. മനുഷ്യൻ വളരെയധികം സ്വാർത്ഥനും ഒരു കരുണയും ഇല്ലാത്ത വ്യക്തിത്വങ്ങളാണെന്ന് പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നത് ഫുഡിൽ ചേർക്കുന്ന ഈ അഡൾട്രേഷൻ കാരണമാണ്. അപ്പൊ ഈ വാക്സ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരി കഴുകുന്ന സമയത്ത് ഈ വാക്സ് ഇതെനിക്ക് അവൈലബിൾ ആകുന്ന കുട്ടികളോടെല്ലാം ഞാൻ പറയാറുണ്ട്. ഈ വാക്സ് നിങ്ങൾ പെൺകുട്ടികൾക്ക് അറിയാം, കഴുകുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരിയിൽ വാക്സ് ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ അരി കഴുകണം. ഫസ്റ്റ് ടൈം തിളപ്പിച്ച വെള്ളത്തിൽ ഇടുമ്പോൾ ഈ വാക്സ് ഉണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തങ്ങ് പോകും. ഇത് രണ്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. വെറുതെ പച്ചവെള്ളത്തിൽ എത്ര കഴുകിയാലും ഇത് കയ്യിൽ ഒട്ടിക്കൊണ്ടേയിരിക്കും. അതേസമയം ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിലിട്ട് ആ വെള്ളം കഴുകി ഒരു വെള്ളം കൂടെ കഴുകി കഴിയുമ്പോഴത്തേക്ക് പിന്നെ തൊട്ട് നോക്കണം, അതിനകത്ത് പശ ഉണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ വാക്സിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആ ഒരു ട്രിക്കുകളൊക്കെ നമ്മൾ കുക്കിങ്ങിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് നമ്മൾ വൈറ്റമിൻ ബിയുടെ പാർബോയിലിംഗിൽ തൊട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അരിയിൽ തവിടുണ്ടായിരിക്കണം. ഈ തവിടോട് കൂടി അരി ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ബി, പിന്നെ അല്ലാതെ കിട്ടുന്ന സ്രോതസ്സുകളുണ്ട്, പക്ഷെ ഏറ്റവും നല്ല റിച്ചസ്റ്റ് സ്രോതസ് ധാന്യങ്ങളുടെ തവിടാണ്. അപ്പൊ ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ സിറിയൽസ് പൂർണ്ണമായും ഈ തവിട് കളയാതെ കിട്ടുന്ന എല്ലാ ഗ്രെയിൻസിനകത്തും എന്തുണ്ടായിരിക്കും? ധാന്യങ്ങൾക്കകത്തും ഈ ഒരു വൈറ്റമിൻ ഉണ്ടായിരിക്കും. ഇനി ഈസ്റ്റ് എന്ന് പറയുന്ന വസ്തുവിനകത്ത്, ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്, ഒരു ഫംഗസ് ആണ് അല്ലെ. നമ്മൾ പലപ്പോഴും ഈ മാവ് പുളിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈസ്റ്റിനകത്തുണ്ട്. പൊടിക്കാത്ത ധാന്യങ്ങള്, ബീഫിനകത്ത് എന്തുണ്ട്? വൈറ്റമിൻ B1 അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും നല്ല സ്രോതസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ പറയാം? അരിയുടെ തവിടാണ് ഏറ്റവും നല്ല സ്രോതസ്. അപ്പൊ വൈറ്റമിൻ B1ന്റെ അല്ലെങ്കിൽ തയാമിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് നമ്മൾ പഠിച്ചത് ബെറിബെറിയാണ്. ബെറിബെറി എഫക്ട് ചെയ്യുന്ന നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കി. ബെറിബെറി കൂടാണ്ട് മറ്റൊരു അസുഖം കൂടി വരും, വൈറ്റമിൻ B1 കുറഞ്ഞാൽ. അപ്പൊ ആ അസുഖത്തിന്റെ പേരാണ് വെർണിക്സ്. ഒരു വലിയ പേരാണ് വെർണിക്സ്. ഇൻ കേസ് അതെങ്ങാനും കയറി ചോദിച്ചാലോ, വെർണിക്സ് എൻസെഫാലോപ്പതി. ഞാൻ പറയാം, കാരണം ഇതൊക്കെ മെഡിക്കൽ ബുക്കുകളിൽ മാത്രം സെഫാലോപ്പതി ഉള്ള ഒരു രോഗം, അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഇനി നമുക്ക് പലപ്പോഴും ഈ പുസ്തകങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ സ്കൂൾ ബുക്കുകളിലൊക്കെ അവർ പല പുതിയ ഇൻഫർമേഷൻസും ആഡ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ അഥവാ ചോദിക്കുകയാണെങ്കിൽ വെർണിക്സ് എൻസെഫാലോപ്പതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നമ്മൾ നാഡീവ്യവസ്ഥയാണ് പഠിച്ചത്. കഴിഞ്ഞ നമ്മുടെ ബയോളജിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാഡീവ്യവസ്ഥയാണ്. അപ്പൊ നാഡീവ്യവസ്ഥയ്ക്കകത്ത് നമ്മുടെ സെറിബ്രത്തിലെ 2 ഏരിയയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് പിന്നീട് ബ്രോക്കാസ് ഏരിയ ഭാഷയുടെ കേന്ദ്രമാണെങ്കിൽ തൊട്ടടുത്ത് വെർണിക്സ് ഏരിയ ഉണ്ട്. ഈ വെർണിക്സ് ഏരിയ ഭാഷ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വെർണിക്സ് ഏരിയ. അപ്പൊ ഈ വെർണിക്സ് ഏരിയയെ ബാധിക്കും. എന്ത് കുറഞ്ഞാൽ? വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഉണ്ടായാൽ അത് വെർണിക്സ് ഏരിയയെ ബാധിക്കും. അങ്ങനെ വെർണിക്സ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന എൻസെഫാലോപ്പതി എന്നൊരു രോഗത്തെ കുറിച്ച് കേട്ടാൽ കൃത്യമായി വിചാരിക്കുക അത് ബ്രെയിനിനെ ബാധിക്കുന്നതാണ്. ബ്രെയിനിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് എൻസെഫാലോ എന്ന് പറയുന്ന വാക്കോടുകൂടി ചേർത്ത് വരുന്നത്. അപ്പൊ വെർണിക്സ് എൻസെഫാലോപ്പതി. അപ്പൊ തലച്ചോറിലെ ഭാഷ മനസ്സിലാക്കാൻ സഹായിക്കുന്ന, ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ ബാധിക്കുന്ന രോഗമാണ് വെർണിക്സ് എൻസെഫാലോപ്പതി. അപ്പൊ വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം 2 രോഗങ്ങൾ ഓൾറെഡി ഇപ്പൊ നമ്മൾ കണ്ടു. ഒന്ന് ബെറിബെറി, മറ്റൊന്ന് വെർണിക്സ് എൻസെഫാലോപ്പതി. ബെറിബെറി, വെർണിക്സ് എൻസെഫാലോപ്പതി, ഇത് രണ്ടുമാണ് എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന? വൈറ്റമിൻ B1ന്റെ തയാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം,
വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ആദ്യത്തെ വൈറ്റമിൻ B1 ആണ്. ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ് ശാസ്ത്രീയ നാമം. അപര്യാപ്തത രോഗങ്ങൾ ബെറിബറി, വെർണിക്സ് എൻസെഫാലോപ്പതി രണ്ടും ഏതു ഭാഗത്തെ ബാധിക്കും? തലച്ചോറിനെ ബാധിക്കും. ഏറ്റവും നല്ല സ്രോതസ് അരിയുടെ തവിടാണ്. പക്ഷെ എല്ലാ സിറിയൽസിന്റെ തവിടിനകത്തും അല്ലെങ്കിൽ എല്ലാ ഹോൾ ഗ്രെയിൻസ് പൊടിക്കാത്ത തവിടോടുകൂടി എല്ലാ ധാന്യങ്ങളിലും എന്തുണ്ടാവാം? വൈറ്റമിൻ B1 ഉണ്ട്. കൂടാതെ ബീഫ്, ഈസ്റ്റ് തുടങ്ങിയവയ്ക്കകത്ത് വൈറ്റമിൻ B1 ഉണ്ടായിരിക്കും. ഇതാണ് വൈറ്റമിൻ B1 അഥവാ തയാമിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത വൈറ്റമിൻ പഠിക്കുന്നു. അടുത്ത വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2വിന്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B2വിന്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. ഈ റൈബോഫ്ലാവിന്റെ അപര്യാപ്തത രോഗം വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. കീലോസിസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. ജനറലി വൈറ്റമിൻ B2വിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര് റൈബോഫ്ലാവിനോസിസ് എന്നാണ്. റൈബോഫ്ലാവിനോസിസ് എന്നാണ് ഇപ്പൊ എഴുതിയേക്കുന്നത്. റൈബോ. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. റൈബോ എന്ന് എഴുതാൻ കുഴപ്പമില്ല. റൈബോ ഫ്ലാവിനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോഫ്ലാവിൻ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നത്, അതാണ് റൈബോഫ്ലാവിനോസിസ്. അത് പ്രധാനമായി ബാധിക്കുന്നത് നമ്മുടെ വായിന്റെ ചുറ്റുമാണ്. വായിന്റെ കോർണറിൽ ചിലപ്പോൾ വ്രണങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ ചെറിയൊരു അഴുകൽ പോലെ വരാം. ചുണ്ട് ചിലപ്പോൾ ചുവന്ന് പൊട്ടും. ആ ചുണ്ട് ചുവന്ന് പൊട്ടുന്നതിനാണ് കീലോസിസ് എന്ന് പറയുന്നത്. സ്വൊള്ളൻ ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ചുണ്ടിങ്ങനെ തടിച്ചു വരിക, സൊള്ളനാവുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രാക്സ് അല്ലെങ്കിൽ ബ്രേക്കേജ് ഉണ്ടാവുക. ദാറ്റ് ഈസ് കീലോസിസ് എന്ന് പറയുന്ന അസുഖം. അതാണ്. പിന്നെ ജനറൽ ആയിട്ട് നമ്മുടെ ഈ വായില് മൗത്ത് അൾസർ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് വൈറ്റമിൻ B2വിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. അത് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരും തന്നെ ഇല്ല. ഒരു വെളുത്ത കളറിലുള്ള ഒരു ബ്ലിസ്റ്റർ കവിളിലും നാക്കിലും ഒക്കെ, നാക്കിന്റെ അടിയിലും മോണയിലും ഒക്കെ വരാം. ഭയങ്കര പെയിൻഫുൾ ആണ്. അത് അത്രയേ ഉള്ളെങ്കിൽ ആ ശല്യം നിന്നിട്ട് ഒരാഴ്ചയോളം നമ്മുടെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചുകളെ. വേദന ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കും. അപ്പൊ ഇതിന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാല് സാധാരണ കുട്ടികൾ പറയും നമ്മൾ വൈറ്റമിൻ B കോംപ്ലക്സ് ഗുളിക കഴിക്കും. യെസ്, വൈറ്റമിൻ B കോംപ്ലക്സ് ഗുളിക കഴിക്കാം. പക്ഷെ അതല്ല ആദ്യം ചെയ്യേണ്ടത്. ആദ്യം അതിന്റെ നാച്ചുറൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാച്ചുറൽ സോഴ്സ് എന്താണോ അതാണ് ആദ്യം തേടേണ്ടത്. തൈര് കഴിക്കുക, മോര് കഴിക്കുക, പാല് കഴിക്കുക, പാലുൽപ്പന്നങ്ങൾ എന്ത് കിട്ടിയാലും കഴിക്കുക. അപ്പൊ അതൊക്കെയാണ്. പിന്നെ ചില വെജിറ്റബിൾസ്, ഈ അഗസ്തിക്കീര എന്നൊക്കെ പറയുന്നതിനകത്ത് നല്ല പോലെ വൈറ്റമിൻ B കോംപ്ലക്സ് ഉണ്ട്, പ്രത്യേകിച്ച് വൈറ്റമിൻ B2. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ആദ്യം ഉപയോഗിക്കുക. ഇനി ഇതിന്റെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് പാലും പാലുൽപ്പന്നങ്ങളും തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് പരീക്ഷയ്ക്ക് എങ്ങനെയാണെങ്കിൽ ചോദിക്കുക. കാരണം ഇതിൽ അത്രയധികം റൈബോഫ്ലാവിൻ അഥവാ B2 പാലിൽ അത്രയധികം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ശാസ്ത്രീയ നാമം പോലും റൈബോഫ്ലാവിൻ എന്നത് കൂടാതെ ലാക്ടോഫ്ലാവിൻ എന്നൊരു ശാസ്ത്രീയ നാമം കൂടി അതിനുണ്ട്. ലാക്ടോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകവുമാണ് വൈറ്റമിൻ B2. കാരണം പാലില് അത്ര റിച്ചസ്റ്റ് സോഴ്സ് ആണ്. പാലുൽപ്പന്നങ്ങൾ ഇതുപോലെ വെണ്ണ, പാല്, നെയ്യ് എല്ലാത്തിനകത്തും ഉണ്ട്. തൈര്, പിന്നെ എന്താ പറയാ, ബട്ടർ മിൽക്ക്, മോര്, ഇതിനകത്തൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ B2 ഉണ്ട്, റൈബോഫ്ലാവിൻ കേട്ടോ. അപ്പൊ കീലോസിസ് ആണ് പ്രധാനമായി. റൈബോഫ്ലാവിനോസിസ് എന്ന് ജനറൽ ആയിട്ട് പറയുന്നതെല്ലാം പ്രധാനമായും ഇതെല്ലാം എന്താണ്? വായില് റിലേറ്റഡ് ആയിട്ട് വരുന്ന രോഗങ്ങളാണ്. ദാറ്റ് ഈസ് വൈറ്റമിൻ B2. ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ ആണ്. കീലോസിസ് എന്ന് പറയുമ്പോൾ സ്വൊള്ളൻ ആൻഡ് ക്രാക്ഡ് ലിപ്സ്, അതാണ് ആ രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. കീലോസിസിന്റെ വീർത്തിട്ട് പൊട്ടിയ ചുണ്ടിനെ ഒക്കെ ബാധിക്കും. വൈറ്റമിൻ B2 കഴിച്ചാൽ സ്വാഭാവികമായും മാറിപ്പോകുന്ന അസുഖമാണ് അത്. ഓക്കെ, വൈറ്റമിൻ B2. ഇനി അടുത്തത് നമ്മള് വൈറ്റമിൻ B3 ആണ് പഠിക്കുന്നത്. വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ എന്നാണ് ശാസ്ത്രീയ നാമം. ഇതിന്റെ അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര എന്ന് പറയുന്ന രോഗം. അപ്പൊ ഈ പെല്ലാഗ്ര എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് പ്രധാനമായും നാക്കിനെയാണ്. നാക്ക് ഒരുമാതിരി കറുത്ത് തടിച്ചിങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ സ്കിന്നിനകത്ത് പിഗ്മെന്റേഷൻ, റഫ് സ്കിൻ, സ്കെയിലി റഫ് സ്കിൻ, അതായത് ഈ ചില അനിമൽസിന്റെ ഒക്കെ സ്കിന്നില്ലേ, അതേപോലെ ഒട്ടും സോഫ്റ്റ് അല്ലാത്ത രീതിയിൽ ഭയങ്കര കട്ടിയായിട്ട് റഫായിട്ട് സ്കിൻ മാറും. അതേപോലെ നാക്ക് തടിച്ചിരിക്കുകയും ചെയ്യും. സുള്ളനായിട്ട് നാക്കിരിക്കും. ഇതാണ് പെല്ലാഗ്രയുടെ ലക്ഷണങ്ങൾ. അപ്പൊ ബാധിക്കുന്നത് നാവ്, സ്കിന്ന്, ഈ രണ്ട് ഭാഗങ്ങളെയും ബാധിക്കും. പെല്ലാഗ്ര എന്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നു? വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നു. വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നിയാസിൻ എന്നാണ്. ഓക്കെ, ഇനി ഇത് എവിടെ അടങ്ങിയിരിക്കുന്നു? വൈറ്റമിൻ B3യുടെ സോഴ്സ് പ്രധാനമായും പഴവർഗ്ഗങ്ങളാണ്.
ഇഷ്ടം പോലെ ഉണ്ട് പഴവർഗ്ഗങ്ങൾ വൈറ്റമിൻ B3 അഥവാ നിയാസിൻ. അവക്കാഡോ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫുഡാണ്, ഒരു പഴമാണ്. നമുക്കറിയാലോ അവക്കാഡോ വലിയൊരു സീഡായിട്ടിരിക്കുന്ന കുറച്ച് വലിയൊരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വൈറ്റമിൻ ഇയുടെ നല്ല സ്രോതസ്സാണ് അവക്കാഡോ. അതുപോലെ വൈറ്റമിൻ B3, പിന്നെ ധാന്യങ്ങളുണ്ട്, കരള്, ബീഫ് തുടങ്ങിയവയ്ക്കകത്ത് ഒക്കെ എന്തുണ്ട്, വൈറ്റമിൻ B3 അടങ്ങിയിട്ടുണ്ട്. പഴവർഗ്ഗങ്ങൾ നല്ല റിച്ച് സോഴ്സ് ആണ്. മിക്കവാറും എല്ലാ പഴങ്ങളിലും വൈറ്റമിൻ B3 ഉണ്ട്, നിയാസിൻ ഉണ്ട്. അവക്കാഡോ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ധാന്യങ്ങൾക്കകത്ത് കരള്, ബീഫ് ഇവയ്ക്കകത്തൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ B3 അടങ്ങിയിട്ടുണ്ട്. അപ്പൊ വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം, ചോദ്യങ്ങൾ ഒന്നുകൂടി നമ്മൾ ക്രോഡീകരിച്ച് നോക്കുന്നു. വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ എന്നാണ് വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം. അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് പെല്ലാഗ്രിയാണ്. സ്രോതസ്സുകള് പഴവർഗ്ഗങ്ങൾക്കകത്ത് ഉണ്ട്, പിന്നെ ധാന്യങ്ങള്, കരള്, ബീഫ്, അവക്കാഡോ ഫ്രൂട്ട്സിനകത്ത് എടുത്തു പറയുന്നുണ്ട്. ഫ്രൂട്ട് ആണെങ്കിൽ പോലും അതിനകത്ത് പ്രത്യേകിച്ച് വളരെ കൂടുതൽ വൈറ്റമിൻ B3 ഉണ്ട്. പെല്ലാഗ്ര നമ്മുടെ നാവിനെയും അതുപോലെ സ്കിന്നിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൈറ്റമിൻ B3. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് വൈറ്റമിൻ B4 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഇല്ല, പകരം വൈറ്റമിൻ B5 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈറ്റമിൻ B5ന്റെ ശാസ്ത്രീയ നാമം പാന്തോതെനിക് ആസിഡ് എന്നാണ് കേട്ടോ. പാന്തോതെനിക് ആസിഡ് വൈറ്റമിൻ B5യുടെ ശാസ്ത്രീയ നാമമാണ് പാന്തോതെനിക് ആസിഡ്. ഇപ്പൊ ഈ പാന്തോതെനിക് ആസിഡിന്റെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു ഡെഫിഷ്യൻസി അവിടെ ഇല്ല, പിന്നെ ഒരു രോഗം ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാം മേ ബി എന്ന് പറയുന്നത് പരസ്തീഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമാണ്, പരസ്തീഷ്യ. പക്ഷെ അത് ഡോക്ടേഴ്സ് പറയുന്നത് പൂർണ്ണമായും അത് വൈറ്റമിൻ B5ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. പല കാരണങ്ങളാൽ ഉണ്ടാകുന്നതിൽ ഒരു കാരണമാകാം വൈറ്റമിൻ B5. അപ്പൊ എന്നാലും ആ പേര് നമ്മളൊന്ന് ഓർത്തു വെക്കണം. പരസ്തീഷ്യ എന്ന് പറയുന്ന രോഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു വൈറ്റമിനെ പറയുന്നുള്ളൂ, ദാറ്റ് ഈസ് B5 ആണ്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു രോഗിക്ക് അയാളുടെ ഉള്ളം കൈയും കാലും ഭയങ്കര ചുട്ടു നീറുന്ന പോലെ തോന്നും, അവിടെ ഭയങ്കര ചൂടുണ്ടാകുന്ന പോലെയും സൂചി കൊണ്ട് കുത്തുന്നത് പോലെയും ഈ രോഗിക്ക് ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ഉറക്കക്കുറവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ റിലേറ്റ് ചെയ്ത് മെന്റൽ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും. മെന്റൽ സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്യാനായിട്ട് B5 വൈറ്റമിൻ നല്ലതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കാണ് പരസ്തീഷ്യ എന്ന് പറയുന്നത്, വൈറ്റമിൻ B5ന്റെ കുറവ്. അത് പല ബുക്കുകളിലും എടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്താണ് ഇത് പറയുന്നത്. സാധാരണ പറയാത്തത് അങ്ങനെ ഒരു സിംറ്റം എടുത്തു പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സിംറ്റം രോഗം നമുക്ക് പറയാനില്ല. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കണമെങ്കിൽ അതിന്റെ ആ രോഗത്തിന് പ്രത്യേക പേര്, പർട്ടിക്കുലർ ഡിസീസ്, ഇപ്പൊ നമുക്ക് പെല്ലാഗ്ര എന്ന് പറയുന്നത് പോലെ, ബെറിബറി എന്ന് പറയുന്നത് പോലെ, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത് പോലെ ഒരു പേര് പറയാനുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അതായത് നമ്മളിപ്പോ ശാസ്ത്രീയമായിട്ട് മെഡിക്കൽ രീതിയിലല്ലല്ലോ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഇത്രയും മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വൈറ്റമിൻ B5. വൈറ്റമിൻ B5ന്റെ സ്രോതസ്സുകള് കൂണ്, നമ്മുടെ മഷ്റൂമിനകത്ത് വൈറ്റമിൻ B5 ഉണ്ട്. അവക്കാഡോ ഒരു വല്ലാത്ത ഫ്രൂട്ടാണ്. അവക്കാഡോ, പിന്നെ പാൽ, ഇറച്ചി, ഇതിനകത്തൊക്കെ എന്തുണ്ട്, വൈറ്റമിൻ B5 ഉണ്ട്. അതിൽ പ്രത്യേകം നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഒരു മഷ്റൂമിന്റെ പേരൊന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം. കൂണ് വൈറ്റമിൻ B5ന്റെ ഒരു സ്രോതസ്സാണ്. അവക്കാഡോ ഫ്രൂട്ട്, പാൽ, ഇറച്ചി ഇവയിലൊക്കെ എന്തുണ്ട്, വൈറ്റമിൻ B5 ഉണ്ട്. വൈറ്റമിൻ B5ന്റെ ശാസ്ത്രീയ നാമം എന്താണ്, പാന്തോതെനിക് ആസിഡ് ആണ്. വളരെ പ്രത്യേകിച്ചൊരു ഒരു ഡെഫിഷ്യൻസി ഡിസീസ് ഇല്ല. ഇനിയിപ്പോ ഞാൻ തുടക്കത്തിൽ ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ പറഞ്ഞു, കോ എൻസൈംസ് ആയിട്ട് B കോംപ്ലക്സും Cയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാല്, ലാസ്റ്റില് എല്ലാ വൈറ്റമിൻസും ബി കോംപ്ലക്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, അഡീഷണൽ ഫങ്ഷൻസ്. ഇപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കി പോകുന്നത്. അടുത്തത് വൈറ്റമിൻ B6 ആണ്. അപ്പൊ വൈറ്റമിൻ B6 എന്ന് പറയുമ്പോൾ അതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പൈറിഡോക്സിൻ എന്നാണ്. പൈറിഡോക്സിൻ. അപ്പൊ പാന്തോതെനിക് ആസിഡ് B5ഉം പൈറിഡോക്സിന് B6ഉം ആണ്. പൈറിഡോക്സിൻ. അപര്യാപ്തത രോഗം മൈക്രോസൈറ്റിക് അനീമിയ, കീലോസിസ്, ഗ്ലോസിറ്റീസ്, ഇതൊക്കെയാണ് ഇതിന്റെ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ B5 പൈറിഡോക്സിൻ നമ്മൾ എടുക്കാം. ഇത് രക്തകോശങ്ങൾ നിർമ്മിക്കാൻ ഒരു പരിധി വരെ ആവശ്യമാണ്. ഒരുപാട് ഇപ്പൊ B9, B12 ഒക്കെ രക്തകോശങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ അല്ലെങ്കിൽ പോലും രക്തകോശങ്ങളുടെ പ്രത്യേകിച്ച് RBCയുടെ നിർമ്മാണത്തിന്, നമ്മൾ അത് എടുത്തു പറയണം, RBCയുടെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് മൈക്രോസൈറ്റിക് അനീമിയ, അതായത് RBCയുടെ സൈസ് ചെറുതാകും. ദാറ്റ് ഈസ് കോൾഡ് മൈക്രോസൈറ്റിക് അനീമിയ. കീലോസിസ്, ചുണ്ടിന്റെ പ്രശ്നമാണ് കീലോസിസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഗ്ലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ വായുമായിട്ട് റിലേറ്റ് ചെയ്താണ്. നാവ് ചുവന്ന് തടിച്ച് വരുന്നതാണ്
ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് അതായത് വായുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളാണ് ഗ്ലോസിറ്റീസും കീലോസിസും. അപ്പൊ ഗ്ലോസിറ്റീസ്, കീലോസിസ്, മൈക്രോസൈറ്റിക് അനീമിയ, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ B6ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് എന്ന് എടുത്തു പറയേണ്ടതായ 3 അസുഖങ്ങൾ. മൈക്രോസൈറ്റിക് അനീമിയ, കീലോസിസ്, ഗ്ലോസിറ്റീസ്, ഈ 3 പ്രശ്നങ്ങളാണ് വൈറ്റമിൻ B6ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. വൈറ്റമിൻ B6ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പൈറിഡോക്സിൻ എന്നാണ്. ഇനി ഇതിന്റെ സ്രോതസ്സുകൾ നോക്കൂ. നിലക്കടല, സോയാബീൻ, ഓട്സ്, ഇറച്ചി, മീൻ, ഇവയിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സ്രോതസ്സുകൾ നമ്മൾ ഓർക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ B6ന്റെ സ്രോതസ് എന്താണ് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു കംപ്ലീഷൻ വേണം. അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്ത് പറയുന്നത്. B6 നിലക്കടല, സോയാബീൻ, ഓട്സ്, ഇറച്ചി, മീൻ, ഇവയിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B6ന്റെ ശാസ്ത്രീയ നാമം ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് പൈറിഡോക്സിൻ എന്നാണ്. അപ്പൊ അതിന്റെ അപര്യാപ്തത രോഗങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. മൈക്രോസൈറ്റിക് അനീമിയ, കീലോസിസ്, ഗ്ലോസിറ്റോസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അപര്യാപ്തത രോഗങ്ങൾ. സ്രോതസ്സുകൾ നിലക്കടല, സോയാബീൻ, ഓട്സ്, ഇറച്ചി, മീൻ, ഇതൊക്കെ എന്താണ്? സ്രോതസ്സുകളാണ്. ആരുടെ? വൈറ്റമിൻ B6ന്റെ. വൈറ്റമിൻ B5 പാന്തോതെനിക് ആസിഡും വൈറ്റമിൻ B6 പൈറിഡോക്സിനുമാണ് ശാസ്ത്രീയ നാമം. ഇനി അടുത്തത് വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ B7 ശാസ്ത്രീയ നാമം ബയോട്ടീൻ എന്നാണ്. വൈറ്റമിൻ B7ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ബയോട്ടീൻ എന്നാണ്. വൈറ്റമിൻ B7 ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് വൈറ്റമിൻ H എന്നാണ്. ആ ചോദ്യവും ചോദിക്കാം. വൈറ്റമിൻ H എന്ന് അറിയപ്പെടുന്ന ജീവകം ഏതാണ്? അതാണ് വൈറ്റമിൻ B7. ശാസ്ത്രീയ നാമം പക്ഷേ ബയോട്ടീൻ എന്നാണ്. ഇതിന്റെയും കുറവ് മൂലം അനീമിയ, സ്കിന്നിനെ ബാധിക്കും. ചർമ്മരോഗങ്ങൾ, ഡെർമറ്റൈറ്റിസ്, ചർമ്മരോഗങ്ങൾ ഉണ്ടാകും. രക്തകോശങ്ങളുടെ നിർമ്മാണത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് അനീമിയ ഉണ്ടാകാം. നേരിയ തോതിലുള്ള അനീമിയ, അതൊന്നും സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നില്ല. നേരിയ തോതിലുള്ള അനീമിയ, ചർമ്മരോഗങ്ങൾ, ഇതാണ് ഡെർമറ്റൈറ്റിസ്. ഇതാണ് വൈറ്റമിൻ B7ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. ചർമ്മരോഗങ്ങൾ, നേരിയ അനീമിയ. സ്രോതസ്സുകള് ബീഫ് ലിവർ. ബീഫിന്റെ ലിവറിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മ വയ്ക്കണം. വൈറ്റമിന്റെ സോഴ്സ് ആണെങ്കിൽ പോലും അത് നമുക്ക് ഹെൽത്തിയാണ് കഴിക്കുക. അപ്പൊ ബീഫ് ലിവർ, സാൽമൺ മത്സ്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പസഫിക് സമുദ്രത്തിൽ നമ്മുടെ ട്യൂണയ്ക്ക് ഏകദേശം സമാനമായ ഒരു മത്സ്യമാണ് സാൽമൺ മത്സ്യം. മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, പോർക്ക് പന്നിയിറച്ചി. അപ്പൊ അതിനകത്തൊക്കെ വൈറ്റമിൻ B7 ഉണ്ട്. അപ്പൊ വൈറ്റമിൻ B7ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ബയോട്ടീൻ ആണ്. വൈറ്റമിൻ H എന്നും അത് അറിയപ്പെടുന്നു. പിന്നെ ഡെഫിഷ്യൻസി കൊണ്ട് ചർമ്മരോഗങ്ങൾ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ അനീമിയ ഉണ്ടാകാം. സ്രോതസ്സുകള് ബീഫ് ലിവർ, സാൽമൺ മത്സ്യം, മധുരക്കിഴങ്ങ്, പോർക്ക്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. ആരുടെ? വൈറ്റമിൻ B7ന്റെ. അപ്പം അടുത്ത് നമുക്ക് വൈറ്റമിൻ B9 നോക്കാം. വൈറ്റമിൻ ബിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് എന്നാണ്. ഫോളിക് ആസിഡ്. ഓക്കെ. അപ്പോ ഈ ഫോളിക് ആസിഡ് എന്നതിന്റെ ശാസ്ത്രീയ നാമം വരാൻ കാരണം അതിന്റെ സോഴ്സിൽ നിന്നാണ്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വൈറ്റമിൻ B9ന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമാണ്. ഏത് രക്തകോശം എന്ന് ചോദിച്ചാൽ അത് RBC ആണ് കേട്ടോ. RBCയുടെ നിർമ്മാണത്തിന് എന്താവശ്യമാണ്? വൈറ്റമിൻ B9 ആവശ്യമാണ്. RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ്. ആര്? വൈറ്റമിൻ B9. അതുകൂടാണ്ട് നമ്മുടെ ജനിതക വസ്തുവായ DNA. അപ്പൊ DNA-യുടെ നിർമ്മാണത്തിൽ 2 ജീവകങ്ങൾ പങ്കുവഹിക്കുന്നുണ്ട്. വൈറ്റമിൻ B9 ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം DNA-യുടെ നിർമ്മാണത്തിന് വൈറ്റമിൻ B12 ആണ്. എന്നാലും വൈറ്റമിൻ B9നും ആ ഫംഗ്ഷൻ പറയുന്നുണ്ട്. എന്തായാലും പ്രധാന ഫംഗ്ഷൻ വൈറ്റമിൻ B9ൻ്റെത് RBCയുടെ നിർമ്മാണത്തിന്, രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമാണ് എന്നത് തന്നെയാണ്. RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ്. അപ്പൊ വൈറ്റമിൻ B9 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RBCയുടെ പ്രൊഡക്ഷനിൽ കുറവുണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അനീമിയ, നമുക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള അനീമിയ ഉണ്ടാകും. ഈ അനീമിയയുടെ പേര് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് ആ രോഗത്തിന്റെ പേര്. എന്താ പേര്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ ഈ അനീമിയക്ക് കാരണം, അതായത് RBCയുടെ പ്രൊഡക്ഷനിലെ ബാധിക്കുന്നതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഭയങ്കര സിവിയർ അനീമിക്കാണ്. ഈ അനീമിയ കൂടുതൽ കണ്ടുവരുന്നത് ഗർഭിണികളിലാണ്. കുട്ടികൾക്കും ഉണ്ടാകാം, എങ്കിലും ഗർഭാവസ്ഥയിലാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, അതായത് B9 ഫോളിക് ആസിഡിന്റെ കുറവ് മൂലമുള്ള അനീമിയക്ക് ഏറ്റവും സാധ്യതയുള്ളത് ഗർഭാവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ്
പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ സോഴ്സ് നോക്കാം. ഇലക്കറികൾ, ഞാൻ അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ പാല്, മുട്ടയോ അതൊക്കെ നമുക്ക് എഴുതാം, ഇറച്ചിയും മീനും ഒക്കെ എഴുതാമെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനം, അതിലൊക്കെ കഴിച്ച വൈറ്റമിൻ B9 ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് നമ്മുടെ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിലെ ഇലക്കറികളാണ്. ഈ ഇല എന്ന് പറഞ്ഞാൽ ലീഫ് എന്ന് ഇംഗ്ലീഷ് പറയും. അതിന് വേറൊരു വാക്കും കൂടെ ഉണ്ട്, ബൊട്ടാണിക്കൽ ആയിട്ടുള്ള അതിന്റെ വാക്ക് ഫോളിയേജ് എന്നാണ്. ഫോളിയേജ് എന്ന് പറഞ്ഞാൽ ഇലയെന്നാണ്. അപ്പൊ ഇലയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഫോളിക് ആസിഡ് എന്ന പേര് ആർക്ക് വന്നേക്കുന്നത്? വൈറ്റമിൻ B9 വന്നേക്കുന്നത്. നമുക്കൊന്നും കൂടെ നോക്കാം. വൈറ്റമിൻ B9 രക്തകോശങ്ങളുടെയും അതുപോലെ DNA നിർമ്മാണത്തിന് ആവശ്യമാണ്. ഫോളിക് ആസിഡിന്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡിന്റെ അപര്യാപ്തത മൂലം ഒരാൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഫോളിക് ആസിഡിന്റെ ഏറ്റവും നല്ല സ്രോതസ് ഇലക്കറികളാണ് ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് കേട്ടോ. രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനാണ് ഏറ്റവും കൂടുതൽ എന്താവശ്യമുള്ളത്? വൈറ്റമിൻ B9 ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B12 ഞാൻ ഇതുപോലെ സ്ലൈഡ് ഇട്ടിട്ടില്ല, പക്ഷെ നമുക്ക് അതും കൂടെ പഠിക്കാനുള്ള സമയമുണ്ട്. നമ്മൾ അതും കൂടെ പഠിക്കുന്നു. വൈറ്റമിൻ B9 നോക്കിക്കോളൂ, സ്ലൈഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോറി, B9 അല്ല, B12 കുഴപ്പമില്ല, നമുക്ക് അത് പഠിക്കാം. വൈറ്റമിൻ B12ന്റെ ശാസ്ത്രീയ നാമം സയാനോകൊബാലുമിൻ എന്നാണ്. എന്താണ്? സയാനോകൊബാലുമിൻ. അപ്പൊ ഈ ജീവകം എന്തിനാണ് ആവശ്യമായിട്ടുള്ളത്? ഈ ജീവകം ആവശ്യമായിട്ടുള്ളത് രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും DNA നിർമ്മാണത്തിനും ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ എഴുതിയെടുക്കുക. രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും DNA നിർമ്മാണത്തിനും ആവശ്യമാണ് ആര്? സയാനോകൊബാലുമിൻ. ഇത് പരീക്ഷയ്ക്ക് PSC മുമ്പ് ചോദിച്ചിട്ടുള്ളപ്പോൾ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ വൈറ്റമിൻസിൽ ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് കൊബാൾട്ട്. അപ്പൊ കൊബാൾട്ട് അടങ്ങിയ ജീവകം സയാനോകൊബാലുമിൻ അഥവാ വൈറ്റമിൻ B12 ആവശ്യം, ഉപയോഗം എന്താണ്? രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും അതുപോലെ DNA നിർമ്മാണത്തിനും ആവശ്യമാണ്. ഇതിന്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്നത് എന്ത് പ്രശ്നമാണ് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അനീമിയയാണ്. അതിന്റെ പേര് പെർനീഷ്യസ് അനീമിയ എന്നാണ്. പെർനീഷ്യസ്, മുകളിലോട്ട് എഴുതാം, പെർനീഷ്യസ് അനീമിയാണ് വൈറ്റമിൻ B12ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അനീമിയ, പെർനീഷ്യസ് അനീമിയ. അപ്പൊ അനീമിയ തന്നെ പലതരത്തിലുണ്ട്. മൈക്രോസൈറ്റിക് അനീമിയ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടായി. ഇവിടെ പെർനീഷ്യസ് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ B9ന്റെ കുറവ് മൂലമാണെങ്കിൽ പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത് B12ന്റെ കുറവ് മൂലമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഇതിന്റെ സോഴ്സ് ആണ്. വൈറ്റമിൻ B12ന്റെ ഏറ്റവും നല്ല സോഴ്സ് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. മുട്ടയ്ക്കകത്തും ഇറച്ചിക്കകത്തും മീനിനകത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. ഇത് കൂടാണ്ട് മറ്റൊരു പോയിന്റ് കൂടി പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾക്ക് സംശ്ലേഷിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ജീവകമാണ് B12 എന്ന് പറയുന്നത്. അപ്പൊ കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു ബാക്ടീരിയയുടെ പേര് പാലിലെ ലാക്ടോബാസില്ലസ്. പാലിൽ ജീവിക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസില്ലസ് ആണെന്ന് നിങ്ങൾക്കറിയാം. പാലിനെ തൈരാക്കുന്നത് ലാക്ടോബാസില്ലസ് ആണ്. അപ്പൊ ഈ ലാക്ടോബാസില്ലസ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. ഈ ലാക്ടോബാസില്ലസ് ബാക്ടീരിയ വളരെ ഉപകാരിയായ ബാക്ടീരിയയാണ് ലാക്ടോബാസില്ലസ് ബാക്ടീരിയകൾക്ക് സംശ്ലേഷിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ജീവകമാണ് B12. മനസ്സിലായോ? അപ്പൊ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കാത്ത ശുദ്ധ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള അനീമിയാണ് പെർനീഷ്യസ് അനീമിയ. അപ്പൊ നമ്മൾ നേരത്തെ വൈറ്റമിൻ സിയുടെ ബേസ് ചെയ്ത ഒരു ചോദ്യം വന്നത് PSCക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ, എ പേഴ്സൺ സഫറിംഗ് ഫ്രം ബ്ലീഡിംഗ് ഗം ഷുഡ് കൺസ്യൂം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് എന്ന് ചോദിച്ചതുപോലെ വളച്ചു കെട്ടി ചോദിച്ചാൽ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കാതെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള രോഗം താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ പെർനീഷ്യസ് അനീമിയ എന്ന് ധൈര്യപൂർവ്വം മാർക്ക് ചെയ്തോളൂ. കാരണം പാലും പാലുൽപ്പന്നങ്ങളും ഈ വൈറ്റമിൻ B12ന്റെ ഏറ്റവും നല്ല സ്രോതസ്സുകളാണ്. അപ്പൊ ഇത് എങ്ങനെ നല്ല സ്രോതസ്സായി എന്ന് ചോദിച്ചാൽ, ഇതിൽ ജീവിക്കുന്ന ലാക്ടോബാസില്ലസ് ബാക്ടീരിയകൾക്ക് സംശ്ലേഷിപ്പിക്കാൻ സാധിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. പിന്നെ ജന്തുജന്യ ഉൽപ്പന്നങ്ങളിലുണ്ട്. സസ്യ ഉൽപ്പന്നങ്ങളിൽ ഒന്നും തന്നെ വൈറ്റമിൻ B12 ഇല്ല. അപ്പൊ സസ്യങ്ങളിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം, ആ ചോദ്യത്തിന്റെ ഉത്തരം വൈറ്റമിൻ B12. സസ്യങ്ങളിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം ഏതാണ്? വൈറ്റമിൻ B12 ആണ്. കൊബാൾട്ട് അടങ്ങിയ ജീവകം വൈറ്റമിൻ B12 ആണ്. RBCയുടെയും DNA നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ B12. അപര്യാപ്തത രോഗം പെർനീഷ്യസ് അനീമിയ. ഇനി മനുഷ്യന്റെ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ സംശ്ലേഷിപ്പിക്കുന്ന B12 ആണെന്ന് പറഞ്ഞു. 2 ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയകൾക്ക് സംശ്ലേഷിപ്പിക്കാൻ സാധിക്കും. ഒന്ന് വൈറ്റമിൻ K.
വൈറ്റമിൻ കെയും വൈറ്റമിൻ B12. മനുഷ്യന്റെ കുടലിൽ ജീവിക്കുന്ന പ്രധാന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഈ കോളി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അപ്പൊ ഈ ബാക്ടീരിയക്ക്, ഈ കോളി എന്ന് പറയുന്ന ബാക്ടീരിയക്ക് എന്ത് ജീവിക്കാൻ, ഇപ്പൊ ഈ കോളി മാത്രമല്ല, നമുക്ക് ഉപകാരികളായ ബാക്ടീരിയകൾ നമ്മുടെ അന്നനാളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് സംശ്ലേഷിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വൈറ്റമിൻ കെയും അതുപോലെ വൈറ്റമിൻ B12. അപ്പൊ നമ്മുടെ കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾക്ക് സംശ്ലേഷിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ കെയും വൈറ്റമിൻ B12. അപ്പൊ വൈറ്റമിൻ B12ന്റെ അപര്യാപ്തത ഉണ്ടാകാൻ കാരണം ജന്തുജന്യ ഭക്ഷണങ്ങൾ കഴിക്കാത്തവരിലാണ്. ഇപ്പൊ പാൽ എന്ന് പറഞ്ഞാലും അത് ജന്തുജന്യമായ ഒരു ഇറച്ചിയല്ലെന്നേ ഉള്ളൂ, അതിന്റെ ഒരു ഉൽപ്പന്നമാണ് അല്ലെ. അപ്പൊ അതിനകത്താണ് വൈറ്റമിൻ B12 നമുക്ക് കിട്ടുന്നത്. സസ്യ ഉൽപ്പന്നങ്ങളില് വൈറ്റമിൻ B12 അടങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മള് ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇതുവരെ എത്ര പഠിച്ചു? B1, B2, B3, B5, B6, B7, B9, B12. അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചുകൊള്ളുക. അതായത് അതിന്റെ ഉപയോഗം എന്താണ്, അപര്യാപ്തത രോഗം എന്താണ്, സോഴ്സസ് എന്താണ്, രോഗങ്ങളുടെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പഠിക്കുക. ഇനി ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു വൈറ്റമിൻസ് പലതും കോ എൻസൈംസ് ആയിട്ട്, അതായത് ബി കോംപ്ലക്സ് സി വൈറ്റമിനുകളാണ് കോ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈമുകളുടെ മലയാളം രാസത്വരകങ്ങൾ എന്നാണ്. നമ്മുടെ ശരീരത്തില് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന പുറമേ നിന്നുകൊണ്ട് അതിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എൻസൈമുകൾ അഥവാ രാസാഗ്നികൾ. ഈ എൻസൈമുകൾ പൂർണ്ണമായും പ്രവർത്തിക്കണമെങ്കിൽ അവർക്കൊരു സഹായിയുടെ ആവശ്യമുണ്ട്. അപ്പൊ എൻസൈം മെയിൻ ആയിട്ട് ഫങ്ഷൻ ചെയ്യും, പക്ഷെ എൻസൈമിനെ സഹായിക്കാൻ ഒരാൾ കൂടി വേണം. അപ്പൊ ആ എൻസൈമിനെ സഹായികളെയാണ് കോ എൻസൈംസ് എന്ന് പറയുന്നത്. കോ എൻസൈമിനെ അതിന്റെ ജോലിയിൽ സഹായം ചെയ്യുന്ന ആള്, നമുക്കൊരു അസിസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എൻസൈമുകളുടെ അസിസ്റ്റൻസ് ആണ് കോ എൻസൈംസ്. അപ്പൊ കോ എൻസൈമുകളായിട്ട് ആക്ട് ചെയ്യുന്ന ജീവകങ്ങൾ ബി കോംപ്ലക്സിലോ സിയിലോ പെടുന്ന ഏത് ജീവകത്തെയും നമുക്ക് എന്ത് പറയാം? കോ എൻസൈംസ് ആണ്. പല എൻസൈമിന്റെയും കൂടെ സഹായികളായി പ്രവർത്തിക്കുന്നു. സോ കോ എൻസൈംസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, മറ്റൊന്ന്, ഈ ബി കോംപ്ലക്സ് ജീവകങ്ങൾ പല പോഷക ഘടകങ്ങളും ശരീരത്തിന് ആഗിരണം ചെയ്തെടുക്കാനും അതിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കപ്പെടാനും ആവശ്യമാണ് ബി കോംപ്ലക്സ് ജീവകങ്ങൾ. അപ്പൊ ഞാൻ ഓരോന്നിനകത്തും ആ ഫംഗ്ഷൻ എടുത്തു പറയേണ്ടി വരും. അപ്പൊ നമ്മള് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്, ചോറ് അല്ലെങ്കിൽ ധാന്യങ്ങൾ കഴിക്കുന്നത് പ്രധാനമായും ഊർജത്തിന് വേണ്ടിയിട്ടാണ്. കാർബോഹൈഡ്രേറ്റ് ഈസ് ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജി അല്ലെ. ആ കാർബോഹൈഡ്രേറ്റിനകത്ത് അല്ലെങ്കിൽ പ്രോട്ടീനകത്ത് അതല്ലെങ്കിൽ ഫാറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ഊർജം സ്വതന്ത്രമാക്കാൻ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് സഹായിക്കുന്നു. അതായത് മറ്റ് പോഷകങ്ങളിൽ നിന്നുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങൾ ശരീരത്തിന് ലഭ്യമാക്കാൻ ആര് സഹായിക്കും? ബി കോംപ്ലക്സ് ജീവകങ്ങൾ സഹായിക്കും. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ ഉപാപചയം, ഫാറ്റിന്റെ ഉപാപചയം, പ്രോട്ടീനിന്റെ ഉപാപചയം, ഈ 3 പോഷക മൂല്യങ്ങളുടെയും ഉപാപചയത്തെ ആര് സഹായിക്കും? ബി കോംപ്ലക്സ് വൈറ്റമിൻസ് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു, മറ്റു പോഷകങ്ങളുടെ ഉപാപചയത്തെ സഹായിക്കുന്നു. ഈ 2 ഫങ്ഷൻസും മറക്കരുത്. കോ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, മറ്റ് പോഷകങ്ങളുടെ ഉപാപചയത്തിന് സഹായിക്കുന്നു. ബി കോംപ്ലക്സ് ആൻഡ് സി അവരുടെ ഇൻഡിവിജ്വൽ ഫംഗ്ഷന് പുറമേ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഇനി നമ്മൾ ഒരു ജീവകം കൂടിയേ പഠിക്കാനുള്ളൂ, അത് ജീവകം സി ആണ്. ജീവകം സി. അപ്പോ ജീവകം സിയെ കുറിച്ച് നമുക്ക് നോക്കാം. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം സി അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡിന്റെ പ്രധാന ഫങ്ഷൻസ്: 1, രോഗപ്രതിരോധ ശേഷി തരുന്നു. രോഗപ്രതിരോധ ശേഷി തരുന്ന പ്രധാന വൈറ്റമിൻ സി ആണ്. രോഗപ്രതിരോധ ശേഷി തരുന്നു. മുറിവുണങ്ങാൻ ആവശ്യമാണ്. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുറിവുണങ്ങാൻ ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ സി. പിന്നെ പല ശാരീരിക പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കാൻ വൈറ്റമിൻ സി വേണം. നമ്മൾ എടുത്തു പറയേണ്ട 2 ഫങ്ഷൻസ്: 1, രോഗപ്രതിരോധത്തിന് ആവശ്യമാണ്, മുറിവുണങ്ങാൻ ആവശ്യമാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ കുറവുണ്ടായാൽ എന്ത് സംഭവിക്കും? ആദ്യം മോണയിൽ നിന്ന് ബ്ലഡ് വരുന്ന സിംറ്റം ആണ് കാണിക്കുക. ആ രോഗത്തിന്റെ പേരാണ് സ്കർവി. ഞാൻ ആ ചോദ്യത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. അപ്പൊ മോണയിൽ നിന്ന് രക്തം വരും, ബ്ലീഡിംഗ് ഗം, അതാണ് സ്കർവി എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രധാന ലക്ഷണം. വൈറ്റമിൻ സിയുടെ കുറവുണ്ടായാൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സ്കർവി എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് ഗം ആണ് അതിന്റെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സിട്രസ് ഫ്രൂട്ട്സ്. അപ്പൊ ആ ഒരു സിംറ്റം
നമുക്ക് മോണയ്ക്ക് ബലക്ഷയമുണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൾ എടുത്ത് നമ്മൾ കടിച്ചാൽ മതി. കാരണം ആപ്പിളിന്റെ അകത്ത് വൈറ്റ് കളറാണ്, അതിനകത്ത് ബ്ലഡ് സ്റ്റെയിൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് ഏറ്റവും നല്ല സ്രോതസ് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച് ഈ 3 പഴങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് വൈറ്റമിൻ സിയുടെ ഏറ്റവും നല്ല സ്രോതസ്, സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് സ്കർവി. സ്കർവിയുടെ പ്രധാന ലക്ഷണം എന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ സിയുടെ 2 പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വൈറ്റമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ സി വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ലോസ് ചെയ്യുന്ന വൈറ്റമിൻ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് തുറന്നു വെച്ചിരുന്നാൽ ഓക്സീകരണം വഴി നഷ്ടപ്പെടും കേട്ടോ. പിന്നെ വേറൊന്ന്, ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഫ്രീ റാഡിക്കൽസ് അടിഞ്ഞുകൂടാതെ ക്ലീൻ ചെയ്യുന്നതാണ് ആന്റി ഓക്സിഡന്റ്. അപ്പൊ വൈറ്റമിൻ സി വൈറ്റമിൻ ഇയെ പോലെ എന്താണ്? ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയുമാണ് പ്രധാന ആന്റി ഓക്സിഡന്റുകൾ. പിന്നെ എന്താണ്? ചൂടാക്കുമ്പോഴും പിന്നെ വായുവിൽ തുറന്നു വെച്ചിരുന്നാൽ ഓക്സീകരണം വഴിയും ആര് നഷ്ടപ്പെടും? വൈറ്റമിൻ സി നഷ്ടപ്പെടാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ചോദിച്ചാൽ പ്രധാനമായിട്ടും വൈറ്റമിൻ സി ആണ്. നമ്മുടെ ശരീരത്തിൽ സംഭരിക്കാൻ സാധ്യമല്ലാത്ത ജീവകങ്ങൾ ചോദിച്ചാൽ വൈറ്റമിൻ ബി കോംപ്ലക്സും ഉണ്ട്, സിയും ഉണ്ട്. ഒട്ടും സംഭരിക്കാൻ പറ്റാത്തത് വൈറ്റമിൻ സി ആണ്. ഭയങ്കരമായിട്ട് ലോസ് ചെയ്തു പോകും. ഡെയിലി ഇപ്പൊ നമ്മൾ വിചാരിക്കും 2 ഗ്ലാസ് ജ്യൂസ് അങ്ങ് അടിച്ചു കുടിച്ചാൽ മതി, ഓറഞ്ച് ജ്യൂസ്, കുറെ വൈറ്റമിൻ സി അങ്ങ് സ്റ്റോർ ചെയ്യാന്ന്. ഒരിക്കലുമില്ല. ആവശ്യത്തിൽ ബോഡി എടുത്തു കഴിഞ്ഞതിന് ശേഷം മിച്ചമുള്ളതെല്ലാം മൂത്രം വഴി പുറത്തേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസ് നല്ലതാണ്. ആവശ്യത്തിൽ കൂടുതൽ കഴിച്ച് സ്റ്റോർ ചെയ്യാൻ നമ്മൾ വിചാരിക്കേണ്ട. ഒരു കാരണവശാലും സ്റ്റോർ ചെയ്യാനായിട്ട് സാധ്യമല്ല. ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. അസ്കോർബിക് ആസിഡ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വൈറ്റമിൻസ് പറഞ്ഞത്. വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് സി, വെള്ളത്തിൽ ലയിക്കുന്ന 2 വിറ്റാമിനുകളാണ് നമ്മളിപ്പോ കണ്ടത്, 2 എണ്ണം. ഓക്കെ, അപ്പൊ നമ്മൾ വൈറ്റമിൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് ആര്? വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു സംഗതി, അപ്പൊ ദ ഫാദർ ഓഫ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് കാസിമിർ ഫങ്ക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ഫങ്ക്. വൈറ്റമിൻസ് കണ്ടുപിടിച്ച, അതായത് ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെന്നും അത് നമ്മുടെ ശരീരത്തിന് ഇത്രയും പ്രയോജനകരമാണെന്നും കണ്ടെത്തിയയാളാണ് കാസിമിർ ഫങ്ക്. വൈറ്റമിൻസിന്റെ ഫാദർ ഓഫ് വൈറ്റമിൻസ് എന്ന് അദ്ദേഹം അറിയപ്പെടും, കാസിമിർ ഫങ്ക്. ഇനി പ്രത്യേക തരത്തിലുള്ള വൈറ്റമിൻസ് ചില ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് എൽമർ മെക്കോളം. അദ്ദേഹം കണ്ടുപിടിച്ചത് എ, ഡി, ബി വൈറ്റമിൻസ് ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബി ആൻഡ് ഡി ആണ്. എയും അദ്ദേഹം തന്നെയാണ് കണ്ടുപിടിച്ചത്. പക്ഷെ ഡി, ബി വൈറ്റമിൻസിലാണ് പ്രധാനമായും ഈ മെക്കോളത്തിന്റെ പേര് പറയുന്നത്. അപ്പൊ എൽമർ മെക്കോളം കണ്ടുപിടിച്ചത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി ആരാണ് കണ്ടുപിടിച്ചത്? മെക്കോളം. വൈറ്റമിൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് കാസിമിർ ഫങ്ക്. അതല്ലെങ്കിൽ വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് ആര്? വൈറ്റമിൻ ജനറൽ ആയിട്ട് വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കാസിമിർ ഫങ്കിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. ഫങ്ക്, മെക്കോളം, ഈ 2 പേരുകൾ. അപ്പൊ ഇദ്ദേഹം വൈറ്റമിൻസ് കണ്ടുപിടിച്ചു, ഫാദർ ഓഫ് വൈറ്റമിൻസ് എന്ന് അറിയപ്പെടുന്നു. ഇത് പലപ്പോഴും കൺഫ്യൂഷൻ വരും, മെക്കോളം ആണോ ഫങ്ക് ആണോ? അപ്പൊ മെക്കോളം കണ്ടുപിടിച്ചത് പർട്ടിക്കുലർ വൈറ്റമിൻസ് ആണ്, ഡിയും ബിയും എയും. ഓക്കെ, അപ്പൊ അതാണ് വൈറ്റമിൻസിന്റെ കണ്ടുപിടുത്തവുമായിട്ട് വന്നത്. ഇതാണ് ജീവകങ്ങൾ. ഇതിനകത്തു നിന്ന് തന്നെയായിരിക്കും ആ ചോദ്യം ചോദിക്കുക. നമുക്ക് ഒരു മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 90% എബോ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. എയും ഡിയും ഇയും കെയും ഫാറ്റ് സോലുബിൾ, ശേഖരിക്കാനായിട്ട് പറ്റും. ബി കോംപ്ലക്സ് ആൻഡ് സി എന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ ആണ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസിനാണ് ഞാൻ പറഞ്ഞ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ന്യൂട്രിയൻസിൽ നിന്ന് ന്യൂട്രിയൻസിന്റെ ഉപാപചയത്തിൽ സഹായിക്കുക. ഈ 2 ഫംഗ്ഷനും ഉള്ളത് ബി കോംപ്ലക്സിനും സിക്കുമാണ് വരിക. ശാസ്ത്രീയ നാമങ്ങളെല്ലാം പഠിക്കണം. ഡെഫിഷ്യൻസി ഡിസീസും അതിന്റെ പ്രത്യേകതകളും ഓരോ വൈറ്റമിൻസിന്റെയും ഫംഗ്ഷനും ഇതിന്റെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സോഴ്സുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈറ്റമിൻസിന്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. അത് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ടോപ്പിക് ആയിരിക്കും പഠിക്കുക. താങ്ക് യു.